നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ. എന്താ ഓഫർ എന്നൊന്ന് പറയാമോ? 1 കിലോ ഈന്തപ്പഴവും 1 കിലോ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് 240 ഗ്രേഡ് ആണ്, 320 അല്ല, 240 വലിയ ഗ്രേഡ് ആണ് കൊടുക്കുന്നത്. എന്റെ 1 വർഷത്തെ പരിശ്രമം ഒരാഴ്ച കൊണ്ട് ചെയ്ത ഒരാളാണ് അംഗീകരിക്കുന്നു. ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടൂറിൽ ലിയോയെയും ലേക്കയും ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിനൊരു കാരണമുണ്ട്, അത് പറയാം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചക്ക അരിയുന്ന മെഷീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ ഇത്തരം ഒരു മെഷീൻ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി അത് കാണാൻ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി ആ മെഷീൻ നമുക്കൊന്ന് കണ്ടിട്ടൊക്കെ വരാം. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ഫാമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ലിയോയിലേക്കും കൂടെ അവിടത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സംഘർഷ സാധ്യത കൂടുതലാണ്. കാര്യം അവർ പശുവിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, പശു മറ്റേ മൃഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. എന്താ അവിടുത്തെ സ്ഥിതി അറിയില്ല. എന്തായാലും നമുക്ക് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഫാമാണെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അവർക്കും പ്രശ്നമാണ്, ഇവർക്കും പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ തൽക്കാലം അവിടെ മുറിയിൽ വീട്ടിനകത്ത് ഇട്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെഷീൻ ഒന്ന് കാണാം. ഭയങ്കര സന്തോഷം. കാര്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇത്തരം ഒരു മെഷീൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ഗ്രാമപ്രദേശമാകുമ്പോൾ ആവശ്യം പോലെ ചക്ക കിട്ടും. അപ്പോൾ ഇതൊക്കെ കേട്ട് പറഞ്ഞപ്പം ഒരു ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മുടെ വീഡിയോ ഒരാൾക്കൊരു പ്രചോദനമായി അല്ലേ. അപ്പം അതൊന്ന് കാണണം. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കൂടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് ഇറങ്ങാമെങ്കിൽ. ഓണർ ഇതാണ്. നമസ്കാരമുണ്ട്. പേരെന്താ? പേര് ബിജു. അപ്പം എവിടെ ഫാം? എവിടെയാണ് ഫാം? നമ്മുടെ ഇവിടെ തന്നെ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ആ മെഷീൻ ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് മെഷീൻ. ഇതിൻ്റെ ഹീറ്റിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഹീറ്റ് വെച്ചില്ല. ഹീറ്റ് അതിൻ്റെ വർക്ക് അത് വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കാമെന്ന് തോന്നുന്നു. സാധാരണ നോർമലി ശരിക്കും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇതിൻ്റെ ഹീറ്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പല പ്രാവശ്യം ചെയ്തിട്ട് കട്ട് ചെയ്താണ് രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ ഈ മിടുക്കനെ എനിക്കൊന്ന് കാണണമല്ലോ. കാര്യം ഞാൻ ഒരു വർഷം ഇരുന്ന് ആലോചിച്ച കാര്യം ഒരാഴ്ച കൊണ്ട് അയാളത് ചെയ്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭയങ്കര കഴിവാണ്. ആ മിടുക്കനെ ഒന്ന് കാണണം. മിടുക്കപ്പോൾ വരും, നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇത് ഒരു കശുവണ്ടി ഫാക്ടറിയാണ്. കൂട്ടത്തിൽ നമുക്ക് ഈ ഫാക്ടറിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. എന്താ? ഇത് നമ്മുടെ കേരളത്തിലെ കശുവണ്ടിയാണ്. കൊല്ലം ജില്ല എന്ന് പറയുന്നത് കശുവണ്ടിയുടെ കേന്ദ്രമാണ്. കേരളത്തിലെ കശുവണ്ടിയാണ്. നമ്മുടെ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത കശുവണ്ടിയാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളതും ടേസ്റ്റ് ഉള്ളതും. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ ഈ കശുവണ്ടി, കേരളത്തിലെ കശുവണ്ടി ആളുകൾ പിന്നെ വരും. വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കശുവണ്ടിക്കകത്ത് ഇത്ര ടേസ്റ്റ് ഇല്ല. ഇതിനകത്ത് നല്ല മധുരവും നല്ല ഗുണവുമാണ്. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം അവരത് തന്നെ താല്പര്യപ്പെടും. കശുവണ്ടി വറുക്കുന്നതാണ്. ഇതിൽ വറുത്തിട്ടാണ് നമ്മൾ പിന്നെ ആദ്യത്തെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കശുവണ്ടി വറുക്കുക. അതാണ് ചെയ്യുന്നത്. അത് പരിപ്പായി ആ പരിപ്പ് ചൂടാക്കി ലാസ്റ്റ് പൊളിക്കുന്നതാണ് ഈ പ്രോസസ്സിംഗ്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കശുവണ്ടി എല്ലാം കൈകൊണ്ട് തല്ലിയായിരുന്നു. ഇപ്പോൾ അതിന് മെഷീനുണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? ഇതാണ് കശുവണ്ടി പൊളിക്കുന്നത്. നേരത്തെ കൈ കൊണ്ട് പൊളിച്ചിരുന്ന ഇതാണ്. ഇതൊന്ന്
പരിപ്പ് ഈസി ആയിട്ട് വരികയാണ്. ആള് വേണം, ആള് വേണം, ആള് വേണം. ഒരു 3 പേര് ചെയ്യുന്ന ജോലി ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. കാര്യം ഇത് മറ്റേതെന്ന് പറഞ്ഞാല് മറ്റേത് നമ്മൾ ഈ ഒരു പരിപ്പ് എടുത്തിട്ട് ഇങ്ങനെ തല്ലുമായിരുന്നു. ഈ തല്ലുന്നതിനിടയ്ക്ക് ഈ പരിപ്പ് പൊടിയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും വരില്ല, സംഭവിക്കില്ല. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള മെഷീനാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ നേരത്തെ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ഈ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന വറുത്ത് നമ്മൾ വറുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ പലരും പരിപ്പ് ബോയിൽ ചെയ്തിട്ടാണ്, അപ്പൊ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ വറുക്കുന്നതിനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ കശുവണ്ടിയാ, കേരളത്തിലെ കശുവണ്ടി, നമ്മൾ അതിനെ പ്രോസസ് ചെയ്ത എടുക്കുന്നത്. അതിന് നല്ല മധുരമാണ്. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുന്ന് പിന്നെ ഈ ഇതെടുക്കുന്ന പരിപ്പ് പുറത്ത് പിന്നെ വെളിയിലേക്ക് കയറ്റി വയ്ക്കുന്നതാണോ ഇവിടെ പുറത്ത് കൊടുക്കാൻ? നമ്മള് എക്സ്പോർട്ട് കൊടുക്കുന്ന പാർട്ടിയായിട്ട് നമ്മൾ കൊടുക്കുകയും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് പലരും നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് 2-3 കൈ മറിഞ്ഞാണ് ആള് എത്തുന്നത്. ഇനി നമ്മൾ വിചാരിച്ച് ഈ വന്ന ഇതിൽ വേണമെങ്കിൽ നമ്മൾ കുറച്ച് പേർക്ക് കസ്റ്റമർക്ക് കൊടുക്കാം നേരിട്ട് 1 കിലോയോ. അപ്പം പിന്നെ ഞങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാൻ കാണുമോ? അല്ല, നമ്മൾ കൊടുക്കാം, കണ്ടിന്യൂസ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു ഓഫറായിട്ട് കൊടുക്കാം. നിങ്ങളുടെ സബ്സ്ക്രൈബറിന് നമുക്കൊരു ഓഫറായിട്ട് തന്നെ കൊടുക്കാം. ഈന്തപ്പഴവും ഉണ്ടോ? ഈന്തപ്പഴം ഉണ്ട്. അപ്പൊ ഈന്തപ്പഴവും കശുവണ്ടിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫറായിട്ട്, അതെന്താ ഓഫർ എന്ന് പറഞ്ഞു തരും. ഇപ്പം ഈ പിന്നെ ഇതിനോടനുബന്ധിച്ച് ഏകദേശം എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? നമുക്കൊരു 100 പേർക്ക് കൊടുക്കും. ഒരു 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ. നമ്മളിവിടെ അവരുടെ മെഷീനൊക്കെ കാണാൻ വന്നതിൽ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 100 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ. എന്താ ഓഫർ എന്നൊന്ന് പറയാമോ? നമ്മള് 1 കിലോ കശുവണ്ടി പരിപ്പും പിന്നെ 1 കിലോ ഈത്തപ്പഴവും കൂടെ 1200 രൂപയ്ക്ക് കൊടുക്കും. 1200 രൂപ. അപ്പൊ 1 കിലോ കശുവണ്ടി ഇവര് കടയിൽ പോയി വാങ്ങിച്ചാൽ 1400 രൂപ വരെ വരുന്ന കശുവണ്ടിയാണ്. എന്നിട്ട് 240 എന്ന് പറയുന്ന ഗ്രേഡാണ് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ്. ഹൈ ഗ്രേഡിന്റെ ടോപ്പ് ഗ്രേഡ്, ഒരു താഴത്തെ ഗ്രേഡാണ് 240 എന്ന് പറയുന്ന ഗ്രേഡ്. അതും പിന്നെ അൾജീരിയ എന്ന് പറയുന്ന ഒരു ഈത്തപ്പഴം 400 രൂപ വില കടയിൽ വരുന്നുണ്ട്. അതിനും കൂടുതൽ വില വരുന്നുണ്ട്. അപ്പൊ ആ 400 രൂപയുടെ പഴവും 1400 രൂപയുടെ കശുവണ്ടിയും കൂടി അത് 1800 ഈ കടകളിൽ നിന്ന് ഇവർ വാങ്ങുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റിയുള്ള കശുവണ്ടി ഇവർ കിട്ടാറുമില്ല. അപ്പൊ അത് നമ്മൾ 1200 രൂപയ്ക്ക് ഇവർക്ക് രണ്ടും കൂടെ. അപ്പം ഇതാണ് ഓഫർ. അപ്പൊ ഈ ഇവരുടെ നമ്പർ ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് പരിപ്പൊന്ന് കാണാം. എന്താ? അപ്പൊ ഇതാണ് പരിപ്പ് 240. ഇതിപ്പോ നമ്മുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫർ, പിന്നെ ഒരു 100 പേർക്ക് ഒരു ഓഫർ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുക. ഇതും ഈ ഈന്തപ്പഴവും ഇതും പിന്നെ 1200 രൂപയ്ക്ക് നമ്മൾ ഒരു 100 പേർക്ക് കൊടുക്കും. 100 പേർക്ക് ഓഫർ. ഇതെന്ന് പറയുന്നത് 1 കിലോ 320 രൂപ ഇരിക്കുന്ന പഴം. 1 കിലോ. ഈന്തപ്പഴം ഒരുപാട് ഗ്രേഡുകളുണ്ട് അല്ലേ? ഉണ്ട്. ഇത് നല്ല പഴമാണ്, സോഫ്റ്റ് ആയിട്ടുള്ള പഴമാണ്. കടയിലൊക്കെ 400 രൂപയാണ്. വേറെ വലിയ കടകളിലൊക്കെ വലിയ വിലയാണ് ഈ പഴം. നമ്മൾ ഓഫർ ബേസ് ചെയ്ത് കൊടുക്കും. പിന്നെ അല്ലാതെ കണ്ടിന്യൂസും കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. ഓഫർ അല്ലാതെ കൊടുക്കും. ഇപ്പൊ നമ്മൾ 100 പേർക്ക് ഒരു ഓഫർ ബേസ് ചെയ്ത് കൊടുക്കും. പിന്നെ അല്ലാതെ ഓർഡർ ചെയ്താലും നമ്മൾ വലിയ പ്രോഫിറ്റ് എടുക്കത്തില്ല. നമ്മളിപ്പോ 2-3 കൈ മറിഞ്ഞാണ് ഈ ആൾക്കാർ കസ്റ്റമറിൽ എത്തുന്നത്. നമുക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് നേരിട്ട് നല്ല ക്വാളിറ്റിയുള്ള കശുവണ്ടി പരിപ്പ് അവർക്ക് കയ്യിൽ കിട്ടും. അപ്പൊ നമ്മൾ ഇടനിലക്കാരില്ലാതെ നമ്മുടെ കയ്യിൽ അവർക്ക് പരിപ്പ് എത്തിക്കും. അത് ക്വാളിറ്റിയുള്ള സാധനം. ഒരു പ്രാവശ്യം അവർ വാങ്ങിച്ച് കഴിച്ചിട്ട് അഭിപ്രായം, ഞങ്ങൾ ഒരുപാട് പേർക്ക് കൊടുത്തവർക്കെല്ലാം നല്ല അഭിപ്രായങ്ങളാണ്. നല്ല പരിപ്പാണ്. അപ്പൊ കശുവണ്ടി പരിപ്പ് തന്നെ ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ കശുവണ്ടിയാണ്. അല്ലാതെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കശുവണ്ടിയല്ല, കേരളത്തിലെ കശുവണ്ടിയാണ്. അതിന് പ്രത്യേകം ഒരു ടേസ്റ്റാണ്. മാത്രമല്ല നമ്മള് വറുക്കുന്നത് കൊണ്ട് ആ കറ കത്തിപ്പോവുക ചെയ്യുന്നത്. ഒരു കിലോ ഈന്തപ്പഴവും 1 കിലോ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് 240 ഗ്രേഡാണ്. 320 അല്ല, 240 വലിയ ഗ്രേഡാണ് കൊടുക്കുന്നത്. ഇത് 1200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1200. ആവശ്യമുള്ളവര് പിന്നെ ഉടനെ തന്നെ ബുക്ക് ചെയ്തോളുക. നമ്പർ ഞങ്ങൾ ഇതോടൊപ്പം നമ്പർ ഇട്ടേക്കാം. നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക.
വാട്സപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല. വിളിച്ചാൽ എല്ലാം കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊണ്ട് പിന്നെ ഇത് ഇതുപോലെ അടിയനം ചെയ്തിട്ട് എല്ലാം കൂടെ വിളിച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു പ്രശ്നമായി. അതുകൊണ്ട് വാട്സപ്പ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം വരുന്ന 100 പേർക്ക് ഓഫർ. പിന്നെ നല്ല അണ്ടിപ്പരിപ്പാണ്, ഈന്തപ്പഴം നല്ലത് തന്നെയാണ്. അപ്പം നമ്മുടെ മിഷൻ കാണാൻ വന്നത് നമ്മൾ കണ്ട അതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഒരു സാധനമാണ്. എന്തായാലും ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഫാക്ടറി കാണാൻ കഴിഞ്ഞു. നല്ല നീറ്റായ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ഇവരുടെ പശുപാമ്പ് കുറച്ച് അകലെയാണ്. മിഷൻ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. പശുപാമ്പ് കുറച്ച് അകലെയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടായിരിക്കും ഫാമിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും അതും കാണാൻ വന്നു. ആ ബുദ്ധിമാനെ ഒന്ന് കാണണം, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ 1 വർഷത്തെ പരിശ്രമം ഒരാഴ്ച കൊണ്ട് ചെയ്ത ഒരാളാണ് അംഗീകരിക്കുന്നു. ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ചെയ്തത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു തിയറി ചെയ്യാൻ ഒരാഴ്ച മതി. അത് നിങ്ങളുടെ കഴിവാണ്, അത് എൻ്റെ കഴിവല്ല. അല്ല, എന്നാലും അത് കണ്ടിട്ട് അത്രയും കൃത്യമായിട്ട് ചെയ്തില്ലേ, അത് തന്നെയാണ്, അത് ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. കാര്യം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അതനുസരിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഴിവ് തന്നെയാണ്. എനിക്ക് ഇതുപോലൊരു സാധനം ഉണ്ടാക്കാനുള്ള പ്രോത്സാഹനം ബിജു. അതുപോലെയാണ് ഇതിന്റെ മൊത്തം ഫല. പ്രത്യേക ഓക്കെ. എന്തായാലും ഇനി ആർക്കെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, അതായത് ഇത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഏതെങ്കിലും ഫാമുകാരുണ്ടെങ്കിൽ ബിജുവിനെ സമീപിച്ചാൽ, ചക്കേരിന്റെ മിഷൻ ബിജുവാണ് ഇനി അതിൻ്റെ ആള്. ഞാൻ എനിക്ക് വയ്യ, ടെൻഷനായി. ഇനി ഇവർ രണ്ടുപേരെ സമീപിച്ചാലും മിഷനൊക്കെ ഉണ്ടാക്കി തരും. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇത് കണ്ടതിലും. ഇവരെ പരിചയപ്പെടാൻ നമ്മുടെ പിന്നെ ആ മിടുക്കനായ പിന്നെ മേശിരിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നമ്മളതിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടതുകൊണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും നമ്മൾ ഫോട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ 1 വർഷം ഇരുന്ന് ആലോചിച്ചിട്ട് ആണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഞാനൊരു 20 പ്രാവശ്യം ഇതിൻ്റെ ടീത്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു. കാര്യം ഈ എല്ലാ ടീത്തും ഒന്നിച്ച് പിടിക്കുന്നു. പിടിച്ച് നമ്മൾ ചക്ക അങ്ങോട്ട് കയറ്റി വയ്ക്കുമ്പം പിന്നെ ഒരു 4-5 ടീത്ത് ഒന്നിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ജോലി കംപ്ലീറ്റ് അവിടെ വരും. അപ്പം പിന്നെ അവിടെ സ്റ്റക്കാവും. അപ്പോൾ അത് എങ്ങനെ വരണമെന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് തോന്നുന്നൊരു 10-20 പ്രാവശ്യം കട്ട് ചെയ്തിട്ടാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് അന്ന് കൈകൊണ്ട് കറക്കിയാണ് അരിഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് പിന്നെ മോട്ടർ വെച്ചത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ. ഓക്കെ.